ഇന്നലെ രാത്രി വൈകുന്നേരമാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത്. ഒരു നായ പ്ലാസ്റ്റിക് ഡബ്ബ കുടുങ്ങി നടക്കുന്നുണ്ട്. അതിന് കുഞ്ഞുങ്ങളുണ്ട്, പ്രസവിച്ച് കിടക്കുന്ന ഒരു നായയാണ്. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഹമീദിന്റെ വോയിസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വരാം, നാളെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മകനും കൂടി പുറപ്പെട്ടത് എവിടെയാണ് എന്നുള്ളത് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു വീടിന്റെ പ്രവേശത്താണെന്നാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോണ വഴിയിൽ നമ്മളുടെ പള്ളിഹാളിന്റെ അവിടെ കുറേ പട്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോണ്ട് മൂപ്പരും കൂട്ടത്തിലുണ്ട്. അപ്പോൾ പിന്നെ പതുക്കെ വണ്ടി ഒന്ന് സൈഡാക്കി നോക്കി. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ പതുക്കെ അവർ വരിക നോക്കി. പക്ഷെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, എന്താണ് അവർ പരിപാടികൾ നോക്കിയിട്ട്. അപ്പോൾ ആ നായ സുഖമായിട്ട് അവിടെ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ്. ചില ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റുള്ള നായകൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഡേഞ്ചർ പരിപാടിയാണ്. കാരണം ഇതിനെന്തെങ്കിലും പിടിക്കുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് നെക്കിട്ട് കയറിയോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ വേറെ ആരും അവിടെ കണ്ടില്ല. അപ്പണ്ട് നമ്മൾ മോൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവിടെ ഞാൻ റോട്ടിലൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ. ഇന്നലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഇതിനെ കണ്ടതിന് ശേഷം ആൾക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ നോക്കി റോട്ടിൽ ആരുമില്ല. അപ്പം ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു നീ പതുക്കെ ഊരി തന്നാൽ ഞാൻ കാര്യങ്ങളൊന്ന് നോക്കാമെന്ന് പറഞ്ഞു, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തൊട്ട് പുറകെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോയിലൂടെ കാണുക കാര്യങ്ങൾ. ഇതിനു മുമ്പ് നമ്മളൊരു നായയുടെ തലേന്ന് ഊരിയിട്ടുണ്ട്. പേപ്പറിൽ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പിന്നാലെ പോയി. അത് കുറച്ച് ദൗത്യം കൂടുതലായിരുന്നു. കുറേ പിന്നാലെ നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇതിപ്പോൾ പതുക്കെ ഇത് ഉറക്കം ആണെന്ന് തോന്നുന്നു, ക്ഷീണം കൊണ്ട്. പക്ഷെ മറ്റുള്ള നായകൾ പോയത് ആൾ അറിഞ്ഞില്ലേ. നമ്മൾ അടുത്ത് വന്നപ്പോൾ മറ്റുള്ള നായകൾ പതുക്കെ പോയി. സംഗതി കിട്ടി. എങ്ങനെ ഇനിയുള്ള ദൗത്യം എന്ന് വെച്ചാൽ അത് ഊരാനാണ്, ഒരാൾ വേണം. അപ്പോൾ മകൻ ക്യാമറ പിടിച്ച് നിൽക്കല്ലേ. അപ്പോൾ ഞാൻ റോട്ടിലേക്ക് നോക്കിയപ്പോൾ ഹമീദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹമീദിനെ വിളിച്ചു. അപ്പോൾ അതൊക്കെ ഹമീദ് വന്ന് കാര്യങ്ങൾ സെറ്റാക്കി തന്നു. ഞാനപ്പോൾ അതുവരെ പട്ടീനെ അങ്ങനെ പിടിച്ചിരുന്നു. പൊതുവെ തെരുവുനായകളെ നമുക്കൊക്കെ ശല്യമാണ്. പക്ഷേ ഇവരും നമ്മുടെ ഭൂമിയുടെ അവകാശികളല്ലേ. മാത്രമല്ല ഇതിനെ കുഞ്ഞുങ്ങളുണ്ട്, ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് നോക്കി കുഞ്ഞുങ്ങളെ കണ്ടില്ല. അപ്പോൾ ഈ ഭാഗത്തായിരിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങൾ. ഹമീദിന് ചെറിയ പേടിയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ആളെ വിട്ടു. ഓക്കെ, ബൈ ബൈ.